നല്ല മുരിഞ്ഞ ദോശ. സാമ്പാറിൽ ഇങ്ങനെ മുക്കി കഴിക്കണം, അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ വന്നപ്പോൾ ഇപ്പോൾ ഇവിടെ ഒരു ആക്സിഡൻ്റ് ഉണ്ട്. പക്ഷെ ആർക്കും ഒരു കുഴപ്പമില്ല. ഒരു പ്രൈവറ്റ് ബസ് ഒരു സെലേറിയയിൽ ഇടിച്ചല്ലേ. കാറിലുള്ള ആള് വിളിച്ചിട്ടുണ്ട്, അങ്ങോട്ട് വാ അങ്ങോട്ട് വാന്ന് പറഞ്ഞ്. പക്ഷെ ആള് കർണാടകക്കാരനൊന്നുമില്ല, രജിസ്ട്രേഷൻ ആണോ? അറിയില്ല എന്താവും. രണ്ടുപേര് മാത്രമേ ഉള്ളായിരുന്നു, പക്ഷെ ആർക്കൊന്നും പറ്റിയിട്ടില്ല. ചായയും വന്നു. അതെ, അങ്ങനെ ചായ കുടിക്കുക കേട്ടോ. ഞാൻ ചരിച്ചെടുക്കുന്ന എന്താണെന്ന് വെച്ചാൽ ബാക്കിൽ ആൾക്കാർ ഇപ്പോൾ. അതെ, പിന്നെ ഒരു കാര്യം കൂടെ നമ്മൾ പറയാം, ലക്ഷ്മിയിൽ എല്ലാത്തിനും റേറ്റ് കൂട്ടിയിട്ടുണ്ട് ചെറുതായിട്ട്. ഗ്യാസിന് വില കൂടിയത് കൊണ്ട് റേറ്റ് ചെറുതായിട്ട് കൂട്ടി. പ്രൈസ് ലിസ്റ്റ് ചെറുതായിട്ടൊന്ന് വ്യത്യാസം വന്നിട്ടുണ്ട്. കാരണം ഇടയ്ക്ക് സംസാരിച്ചു, ആള് വന്ന് സംസാരിച്ചു. പിന്നെ ഞാൻ ക്യാമറ കഴിച്ചു. ഞാൻ കഴിച്ചു കഴിഞ്ഞില്ല. ഇനി ചായ ഇത്തിരി ചൂടോടെ കുടിക്കണം. ചൂടോടെ കുടിച്ചില്ലെങ്കിൽ പറ്റത്തില്ല. ഇത് പിന്നെ തണുത്തട്ടാ ചായ കുടിക്കുന്നത്. എനിക്ക് അത്ര ചൂടോടെ ചായ കുടിക്കുന്നത് അത്ര ഇഷ്ടമല്ല കേട്ടോ. ഇവിടുത്തെ ഇപ്പം ഞാൻ സാമ്പാർ കഴിക്കാൻ തുടങ്ങിയപ്പോൾ സാമ്പാർ കഴിച്ചു തുടങ്ങി. അത്ഭുതം. ഇവിടെ ഒരാളാണ് ഇപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കുക, ഇതേവരെ കഴിച്ചു കഴിഞ്ഞില്ല. സംസാരിച്ചോണ്ടിരുന്നോണ്ട് ലേറ്റ് ആയത്. പക്ഷേ ചായ നല്ല രീതിയിൽ അതുകൊണ്ട് തണുത്തതാണ്. ഇത് ബാക്കിൽ നിന്ന് വെട്ട ഒരിച്ചിട്ടേ അപ്പോൾ നല്ലപോലെ ക്ലിയർ ആവുന്നില്ല. ഇനി എടുത്തത് ചായ എടുത്ത് കുടിച്ചാലും ചായക്ക് ചൂടുണ്ടോ എന്ന് പറയണേ. ഞാൻ കുടിച്ചപ്പോഴത്തേക്ക് ചെറിയ ചൂടുണ്ടായിരുന്നു. ചെറിയ ചൂടേ ഉള്ളൂ, നല്ല ചൂടില്ല. എനിക്ക് പറ്റിയ പരിപാടി. അപ്പോൾ എന്തായാലും നമുക്ക് ഇറങ്ങിയിട്ട് ഇനി കാണാം. അങ്ങനെ നമ്മൾ കഴിച്ച ബില്ല് വന്നിരിക്കുകയാണ് ഗൈസ്. പ്ലെയിൻ ദോശയ്ക്ക് 40 രൂപ, ചായക്ക് 15 രൂപ, 110 രൂപ. ഞാൻ പേയ്മെന്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കഴിച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഒരു കാര്യം കൂടെ ഉണ്ട്. അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ശരിയാക്കിയില്ലായിരുന്നു, അതിനകത്ത് കുറച്ച് ഒരു ചെറിയൊരു ചേഞ്ച് വരുന്നു. അപ്പോൾ അതൊന്നുകൂടെ നമുക്ക് കൊണ്ടുപോയി കാണിക്കണം. നമ്മൾ വെജ് വേന്ന് ഇറങ്ങുക കേട്ടോ. അങ്ങനെ നമ്മൾ വെജ് വേന്ന് ഇറങ്ങി അവിടുന്ന് തന്നെ കറങ്ങിഞ്ഞു വന്നു. ഇനി നമ്മൾ പോകുന്നത് വാച്ച് ഒന്ന് കാണിക്കണം. ഈയിടെ ശരിയാക്കി എന്ന് പറഞ്ഞില്ലേ, പക്ഷെ അതിനകത്ത് ഡേറ്റ് ചേഞ്ച്, അതോ ടൈം ചേഞ്ച്? അല്ല, ടൈം സ്കിപ്പ് ആവുന്നുണ്ട്, ഡിലേ ആവുന്നുണ്ട്, കറക്റ്റ് ആവുന്നില്ല. അപ്പൊ അതെന്തായാലും ഫ്രെഡി അങ്കിളിന്റെ അടുത്ത് ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചു. അവളിപ്പോ കറങ്ങി ഫ്രെഡി അങ്കിളിന്റെ അടുത്ത് എത്തി, പക്ഷെ എത്താറായി. കാര്യം എന്താ പറയാ, അവിടുന്ന് അങ്ങ് കറങ്ങി, അല്ലാതെ പിന്നെ ഇപ്പുറത്തൂടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ഇറങ്ങേണ്ടി വരും. നമ്മുടെ വാച്ച് അതാണ്ടോ ഇവിടെ. ഒരാൾക്ക് കൺഫ്യൂഷൻ ആയിപ്പോയി എവിടെയാണെന്ന്. ഇതാണ് ഫ്രെഡി അങ്കിളിന്റെ ജയ വാച്ച് വർക്ക്സ്. നമ്മുടെ ഈ ഒരു കട അറിയാത്ത കൊല്ലത്ത് വളരെ ചുരുക്കം ആൾക്കാരായിരിക്കും അല്ലേ. ടൈം ചില സമയത്ത് സ്റ്റക്ക് ആവുന്നുണ്ട്. 15 തന്നെ അയക്കുന്നുണ്ട്. ഞാൻ ഇടയ്ക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചായിരുന്നു. ഇങ്ങനെ നമ്മളിതിൻ്റെ ബാറ്ററി മാറി കേട്ടോ. അതിൻ്റെ ഇടയിൽ ബാറ്ററിയുടെ ലോ ആയിരുന്നു. അങ്ങനെ ബാറ്ററി മാറി തന്നതാണ്. 2 പേരേ ഉള്ളൂ. അങ്ങനെ വാച്ചിൻ്റെ കംപ്ലൈൻറ്റ് കിട്ടി, ബാറ്ററി ഡൗൺ ആയിരുന്നു. വീണ്ടും പുതിയ ബാറ്ററി ചേഞ്ച് ചെയ്തു. അങ്ങനെ വീണ്ടും ഇറങ്ങി. തൊട്ടടുത്തുള്ളൊരു കടയിലും കൂടെ നമ്മളൊന്ന് കയറാൻ പോകും കേട്ടോ. തൊട്ടടുത്ത് അല്ലേ. അതെ. അങ്ങനെ നമ്മൾ ഒരു പായസം കൂടെ കുടിക്കാന്ന് വെച്ചല്ലേ. അതെ, നമ്മൾ അങ്ങനെ ചെറീസിൽ വന്നു. ഇവിടെ വന്നപ്പോഴത്തേക്കും നമ്മൾ പരിചയമുള്ളൊരു മുഖം കണ്ട് കയറിയതാണ്. പ്രത്യേകിച്ച് വേറെ ആരുമല്ല, ഇതിൻ്റെ ഓണർ തന്നെ. അങ്ങനെ ഞങ്ങൾ വിചാരിച്ചു ഓരോ പായസം കുടിക്കാന്ന് വെച്ചു. ഇവിടെ പുതുതായിട്ട് പായസം ഒക്കെ തുടങ്ങി. ഒരു ഗ്ലാസ്സിന് 25 രൂപ. അപ്പം കൊള്ളാട്ടോ. 25 രൂപയ്ക്ക് ഈ ഗ്ലാസ് വർത്താം. ടേസ്റ്റ് ഉണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. അത്യാവശ്യം നല്ല ചൂട് പൈസ. അത്യാവശ്യം ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കാണാൻ പറ്റുന്നുണ്ട്. അത് മാത്രമല്ല, ഇവിടെ വേറെ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ട്. ബിരിയാണി, ഇവിടെ മീൽസും എല്ലാം ഉണ്ട്. എല്ലാ ഐറ്റവും ഉണ്ട്. ബാക്കിലുള്ള ഒരുപാട് ആളുകളുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ സൗണ്ട് കുറച്ച്. അതെ, ഒരുപാട് കസ്റ്റമേഴ്സ് ഇരിപ്പുണ്ട്. നമുക്കൊരു അഡ്ജസ്റ്റ്മെന്റ് എടുക്കാം, അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു അഡ്ജസ്റ്റ്മെന്റിങ്ങനെ എടുത്ത് വന്നേ ഉള്ളൂ. എനിക്കും നമ്മൾ കുറേ നാൾ കൂടിയാന്ന് തോന്നുന്നു ഇങ്ങോട്ട് വരുന്നല്ലേ. അപ്പോൾ ഫ്രെഡിയങ്ങളുടെ കടയിൽ നിൽക്കുമായിരുന്നു ഇത്ര നേരം. ഫ്രെഡിയങ്ങൾ അടിപൊളി ഒരു ഇന്റർവ്യൂ വന്നിട്ടുണ്ട്. അപ്പം കുറച്ച് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ കട്ട് ചെയ്തിട്ട് സെറ്റ് ചെയ്തിട്ട് അതൊരു വീഡിയോ ആയിട്ട് ഇടാം. ഇതിപ്പോൾ ഞങ്ങൾ ജസ്റ്റ് നമ്മുടെ ഡെയിലി വ്ലോഗിനകത്ത് ചുമ്മാ ഇങ്ങനെ വരുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പം അത് ഇങ്ങനെ ഇടാമെന്ന് വെച്ചല്ലേ. പായസം കൊള്ളാം ഗൈസ്. അങ്ങനെ നമ്മൾ ഒരു ഹാഫ് ചിക്കൻ ബിരിയാണി ഞങ്ങൾ വേണ്ടെന്ന് പറഞ്ഞതാണ്. പിന്നെ നിർബന്ധിച്ച് ഞങ്ങൾ അങ്ങനെ വീണ്ടും ഒരു ഹാഫ് ചിക്കൻ ബിരിയാണി കഴിക്കാൻ പോവാണ്. ആക്ച്വലി കുറച്ച് മുമ്പേ നമ്മൾ കഴിച്ചതേ ഉള്ളൂ. ഒരു എത്ര മണിക്കൂറൊക്കെയാണ്?
ആ ഇല്ല കേട്ടോ, സമയമായി. നമ്മളകത്ത് മറ്റൊരു നിന്നോണ്ട് അറിയാൻ ഞാൻ നമ്മള് കുറെ നേരമായി. നമ്മൾ എനിക്കൊന്ന് ഫ്രെഡി അങ്കിളിന്റെ അടുത്ത് ഒരുപാട് നേരം നിന്ന്. അപ്പോൾ ആ സമയം പോയതുകൊണ്ട് നമ്മൾ അറിയാൻ ഞാൻ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും ചിക്കൻ ബിരിയാണി ആക്കാം. പോയി കൈ കിട്ടും. എന്തൊക്കെയാണ് ബിരിയാണിക്കൊക്കെ മുട്ടയുണ്ട് കേട്ടോ. അങ്ങനെ വീണ്ടും മുട്ടയുള്ള ബിരിയാണി കിട്ടിയിരിക്കുന്നു. കുറേ കാലം കൊണ്ട് മുട്ടയുള്ള ബിരിയാണി കിട്ടാതിരുന്നല്ലേ. അതെ, അങ്ങനെ വീണ്ടും ഞങ്ങൾക്ക് മുട്ടയുള്ള ബിരിയാണി കിട്ടി. മുട്ട ബിരിയാണി നമ്മള് കൊല്ലത്തുനിന്ന് അങ്ങനെ എവിടെയും കിട്ടത്തില്ലെന്ന് പറഞ്ഞു. പക്ഷെ നമ്മള് വീണ്ടും കിട്ടി. അങ്ങനെ മുട്ടയുള്ള ഒരു അടുത്ത ബിരിയാണി കട, മുട്ടയുള്ള ഹാഫ് ബിരിയാണി നമ്മൾ ഹാഫ് എടുത്ത കാര്യം കുറച്ചു മുമ്പ് നമ്മൾ കഴിച്ചു. കുറച്ചു മുമ്പെന്ന് പറഞ്ഞാൽ പക്ഷെ നമുക്ക് വിശക്കുന്നില്ല. എനിക്കൊന്ന് രാവിലത്തെ ദോശയുടെ എഫക്റ്റ് ആയിരിക്കും നമുക്ക് ആ വിശപ്പില്ലാത്തത്. അതെ, ഇപ്പൊ ഏകദേശം സമയം എന്ന് പറഞ്ഞാൽ 3 മണിയായില്ലേ? 2:30 2-3 2 മണി. ചുമ്മാ ബാക്കിൽ ആളുണ്ടായിട്ട് ഞാൻ വെച്ചിട്ട് ഇതിന് പപ്പടമുണ്ട്, സാലഡ് ഉണ്ട്, പിക്കിളുണ്ട്, അതുമാത്രമല്ല മുട്ടയുണ്ട്. മെയിൻ ആയിട്ടുള്ള സാധനം അതാ. അച്ഛന് അതാണ് മെയിൻ സംഭവം, അല്ലേ, മുട്ട. അങ്ങനെ അച്ഛന് മുട്ട ബിരിയാണി ഒരിടത്തുനിന്നും കൂടെ കിട്ടിയിരിക്കുകയാണ്. അതെ, നമ്മളങ്ങനെ മുട്ട ബിരിയാണി കൊല്ലത്ത് നിന്ന് കിട്ടുന്നില്ലെന്നുള്ള വിഷമം തീർന്നു. അങ്ങനെ മുട്ട ബിരിയാണി കിട്ടിയത്. സാലഡ് ബിരിയാണി എങ്ങനെയുണ്ട്? ബിരിയാണി കൊള്ളാം, നല്ല ബിരിയാണി. അത്യാവശ്യം പീസുണ്ട്, മുട്ടയുണ്ട്, അതാണ് മെയിൻ. പക്ഷേ ഇത് ഹാഫ് ബിരിയാണി ആണെങ്കിലും നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. അതാ ഞാൻ നോക്കിയത് ഹാഫ് ബിരിയാണിയാണ്. പക്ഷെ അത്യാവശ്യം ഹാഫ് ബിരിയാണിക്ക് ക്വാണ്ടിറ്റി ഉണ്ട്. നമ്മുടെ ഇതിൽ പറഞ്ഞാ നമ്മൾ കഴിക്കുന്നത് വെച്ച് പറഞ്ഞാ. നിങ്ങൾ കഴിക്കുന്ന കൂട്ടരുത്. നിങ്ങൾ കഴിക്കുന്ന വ്യത്യാസം, നമ്മൾ കഴിക്കുന്ന വ്യത്യാസം. നമ്മൾ ക്വാണ്ടിറ്റി കുറച്ച് മതി. നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റി വേണമല്ലോ കഴിക്കുന്നവർക്ക് കേട്ടോ. നമ്മുടെ ക്വാണ്ടിറ്റി വളരെ കുറവാണ്. ബിരിയാണി സൂപ്പർ ആട്ടോ. നിങ്ങൾ എപ്പോഴെങ്കിലും ഇവിടെ വരുവാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. ഞാൻ കടയുടെ പേരും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. അതെ, നമ്മൾ ഇരിക്കുന്നത് ചെറീസ് റെസ്റ്റോറൻ്റ് ആണ്. അതെ, ചെറീസ് റെസ്റ്റോറൻറ്റ് നമ്മുടെ കോളേജ് ജംഗ്ഷനിലാണ് വരുന്നത്. നമ്മുടെ ഫ്രെഡി അങ്കിളുടെ കട കഴിഞ്ഞ് കുറച്ച് ഞാൻ പറയാൻ വന്നതാ. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് വരുമ്പോഴാണ് ബിരിയാണി മാത്രമല്ല, ഊണുണ്ട്. ഇവിടെ ഊണിന് 100 രൂപ. പക്ഷെ ഒരുപാട് ഐറ്റം ഉണ്ടല്ലേ. ഊണെന്ന് പറഞ്ഞാൽ പരിപ്പ്, സാമ്പാർ, മാംഗോ, പുളിശ്ശേരി, ഫിഷ് ഗ്രേവി, തോരൻ, അവിയൽ, കിച്ചടി, സാലഡ്, പിക്കിള്, പപ്പടം, പഴം, പിന്നെ സ്പെഷ്യൽ ഐറ്റം പായസമുണ്ട്. ഒരു ഊണ് കഴിച്ചിട്ട് ഒരു 25 രൂപ കൊടുത്തു കഴിഞ്ഞാൽ പായസം കൂടെ കുടിക്കാം. അതൊരു ഏറ്റവും വലിയ പ്രത്യേകതയാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് കഴിക്കാം. നമ്മുടെ ഒരു സ്ഥിരം കടയായിരുന്നു. നമുക്ക് ഇതുവഴി നമ്മൾ പോകാത്തതുകൊണ്ടും നമുക്ക് സമയം കിട്ടാത്തത് കൊണ്ടുമാണ് നമ്മൾ ഇങ്ങോട്ട് വരുന്നത്. നമ്മളിവിടെ ഇടയ്ക്കിടയ്ക്ക് വന്ന് കഴിക്കുമായിരുന്നു, ചായ കുടിക്കുമായിരുന്നു. പിന്നെ ഞാൻ പറയാം, ഇടയ്ക്ക് നമ്മൾ റീൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഇവിടെ. 10 രൂപയുടെ ഷേക്ക്, 20 രൂപയുടെ ഷേക്കും ഒക്കെ. അതെ, ഒരു ഇവിടെ ഉണ്ട് മിക്സഡ് ഫ്രൂട്ട് ജ്യൂസ് ഉണ്ട് കേട്ടോ. അടിപൊളിയാണ്, മിക്സഡ് ഫ്രൂട്ട് ജ്യൂസ് ഉണ്ട്. അങ്ങനെ നമ്മൾ ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങാനായിട്ട് പോകട്ടോ. ഇന്നത്തെ ദിവസം ഭയങ്കര ഇതായിട്ട് പോയി അല്ലേ. നമ്മൾ സമയം പോയത് അറിഞ്ഞില്ല. ഈ സംഭവം എന്തിന്റെ ആയിരുന്നു അറിയോ? പായസത്തിന്റെ മുമ്പ് ഇതുവരെ അറിയോ? ഇവിടെ രാവിലെ ലൈവായിട്ട് അപ്പവും കൊടുക്കുമായിരുന്നു. അത് അപ്പോൾ ദോശ ഉണ്ടായിരുന്നു, അത് ലൈവായിരുന്നു. പക്ഷേ ഇതിങ്ങനെ ഈ കൗണ്ടർ ഇങ്ങനെ വരും. ഈ കൗണ്ടർ വന്നിട്ട് ഇതിനകത്ത് നമ്മൾ അപ്പം ഇങ്ങനെ ചുടും. ഇതിങ്ങനെ മൂവബിളാണ്, ഇത് മൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് നമ്മൾ ഓർഡർ ചെയ്ത് കഴിയുമ്പോൾ അവിടെ വന്നിട്ട് ഇങ്ങനെ ചെയ്യുന്ന പരിപാടിയൊക്കെ ആയിരുന്നു. അപ്പോൾ അതിപ്പോൾ പായസത്തിൻ്റെ കൗണ്ടറായി. അപ്പോൾ നമുക്ക് ഇവിടുന്ന് കഴിച്ച് ഞങ്ങൾ ഇറങ്ങാൻ പോവാം. നമുക്ക് സുപ്രീമിൽ നിന്ന് മാത്രം കിട്ടിയ സാധനം ഇവിടുന്ന് കിട്ടിയപ്പോൾ എടുത്ത് പറയണേന്ന് പറഞ്ഞു. സുപ്രീമി മാത്രമല്ല, ഇവിടെയും ഈ സാധനം കിട്ടുമെന്ന്. അങ്ങനെ നമ്മൾ ഇവിടുന്ന് ഇറങ്ങും കേട്ടോ. പുതിയ ബോർഡൊക്കെ വന്നു, ബിരിയാണി ഊണ് വലിയൊരു ബോർഡൊക്കെ വന്നല്ലേ. ഇത് ചെറീസ് കേട്ടോ. മൈക്ക് ഊരി, ചാർജ് തീർന്നു മൈക്കിൻ്റെ, അതുകൊണ്ട് ഞങ്ങൾ ഊരി. കോളേജിൽ തന്നെ കേട്ടോ, B&Bയുടെ ഓപ്പോസിറ്റ് ആയിട്ട് വരും. അപ്പം ഇനി നമുക്ക് പോയാലോ? അങ്ങനെ വൈകുന്നേരം നമ്മൾ ചായ കുടിക്കാനായിട്ട് വന്നു കേട്ടോ. ഞങ്ങൾ ഓടി എവിടെ എത്തിയെന്ന് വെച്ചാൽ ഹോട്ട് കേക്ക്സ്, കൊട്ടിയം ഹോട്ട് കേക്ക്സ് ഇരിക്കുക. കൊട്ടിയം വരെ വരണമായിരുന്നു. അതുകൊണ്ട് ഒന്ന് ഹോസ്പിറ്റലിൽ പോകണമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നേരെ കൊട്ടിയത്ത് വന്ന് ഡ്രീംസിൽ വന്ന് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മളിപ്പം നേരെ ഹോട്ട് കേക്സിൽ വന്നിട്ട് ചായ കുടിക്കാം. അവിടുന്ന് ആര്യസിന് ചായ കുടിക്കാം. ക്ലോസ് ചെയ്തിട്ടേക്കണം. അപ്പൊ നേരെ നമ്മൾ ഹോട്ട് കേക്സിലോട്ട് വന്ന് അതിന്റെ തൊട്ടടുത്ത് പോയി ഒരു സംഭവം കിട്ടി. അത് കാണിച്ചു തരാം, കുറച്ച് കഴിഞ്ഞ് കാണിച്ചു തരാം. അങ്ങനെ നമ്മളിപ്പോൾ ഇവിടെ വന്നിട്ട് ചായ കുടിക്കാൻ പോയി. ചായ പറഞ്ഞിട്ടുണ്ട്, എപ്പോൾ ഒരു കാര്യത്തില്ല, ഇനി ചായ വന്നിട്ട് കാണാം. ഓക്കെ, അപ്പം നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ രണ്ടും മാത്രമേ ഉള്ളൂ ചായ കുടിക്കാൻ. നല്ല കേട്ടോ, ചായ കുടി കമ്പനി താണ്ടിരിക്കുന്നു സൂചിച്ചുണ്ടുണ്ട്. അപ്പം നമ്മളെല്ലാവരും ഒരുമിച്ച് ചായ കുടിക്കാനായിട്ട് വന്നേ. ഇനിയിപ്പോൾ ചായയൊക്കെ കുടിച്ചിട്ട് ചായ വന്നില്ല, വരട്ടെ, വന്നിട്ട് വാ. എനിക്കൊന്ന് ഈ ഹോട്ട് കേക്സിൽ അത്യാവശ്യം നല്ല സീറ്റിംഗ് ഉണ്ട് കേട്ടോ. മറ്റേ ഹോട്ട് കേക്സിനൊക്കെ കിട്ടി കുറച്ചുകൂടെ ഒരു പ്രൈവസി ഉണ്ട് കേട്ടോ.
ഇവിടെ സീറ്റിംഗ് മാത്രമേ ഇത് മുകളിൽ സീറ്റിംഗ് മാത്രമേ ഉള്ളൂ. അത് കൊള്ളാം. മറ്റേതെന്ന് വെച്ചാൽ അങ്ങനെയല്ല, ഇടയ്ക്ക് കസ്റ്റമേഴ്സ് സ്പേസ് ഉണ്ട്. പക്ഷെ എനിക്കൊന്നും ഇല്ല, ടേബിൾ കൂടുതൽ ഇവിടെ ഒന്നല്ലേ. ഇവിടെ അല്ലേ ടേബിൾ കൂടുതൽ, ഇവിടെ അല്ലേ ടേബിൾ കൂടുതൽ, ടേബിൾ കൂടുതൽ ഇവിടെ. മറ്റേത്തെ കാട്ടി കുറച്ചൊരു പ്രൈവസിയും കൂടുതലല്ലേ. മറ്റേതങ്ങനല്ല. മറ്റേത് ഡ്രീംസ് മാളിന്റെ തൊട്ടടുത്ത്. തൊട്ടടുത്ത്. ഇത് തൊട്ടടുത്തല്ല, കുറച്ച് ഇപ്പുറമാണ്. NK സിൽക്സ് എത്തുന്നതിന് തൊട്ട് മുന്നേ. നമ്മൾ മെയിൻ NK സിൽക്സിൽ കയറിയിട്ടാണ് ഇപ്പൊ വന്നത്. അതെ, NK സിൽക്സിൽ നിന്ന് ഒരു സാധനം മേടിച്ചു കേട്ടോ ഗൈസ്. ഞാൻ ആ കമ്പനി കണ്ടുകൊണ്ട് മാത്രം മേടിച്ച സുയിത്തറിനാണ് എനിക്ക് ആ സാധനം കാണിച്ചു തന്നപ്പോൾ ഞാൻ വിചാരിച്ചു കുഴപ്പമില്ല, ആ റേറ്റിനുള്ളത് ഉണ്ട് അല്ലേ, ആ ഒരു പ്രൈസിനുള്ള സാധനം ഉണ്ട്. എന്നാൽ പിന്നെ സാധനം കൂടെ കാണിച്ചു കൊടുക്കാം. സംഭവം കാണിച്ചു തരാം കേട്ടോ. വേറെ ഒന്നുമില്ല, നമ്മൾ വെള്ളം കൊണ്ടുവന്നത് ഒരു കുപ്പി മിസ്സായിപ്പോയി. നമ്മൾ വിചാരിച്ച് ഒരെണ്ണം എപ്പോഴും എക്സ്ട്രാ ഒരെണ്ണം മേടിച്ചു വെക്കാം. ഈ കുപ്പിക്ക് എത്ര രൂപയായി കാണും? എൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 50 രൂപ. പക്ഷേ ഇവിടെ ഓഫറിന് 25 രൂപ കിട്ടിയത്. പ്രമോഷൻ ഒന്നും അല്ല കേട്ടോ, എനിക്ക് കിട്ടി. മിൽട്ടൻ്റെ ആയതുകൊണ്ട് മേടിച്ചു. മിൽട്ടൺ അല്ലായിരുന്നെങ്കിൽ ഞാൻ മേടിക്കത്തില്ല. അത്യാവശ്യം കുഴപ്പമില്ല, കട്ടിയൊക്കെ ഉണ്ട്. ഒരു മീഡിയം ഈ പ്രൈസിനുള്ള സാധനമുണ്ട്. മാത്രം മേടിച്ചത്. ആ ഒരു പ്രൈസിനുള്ള സാധനം ഉണ്ട് എന്തായാലും. അത്യാവശ്യം 1 ലിറ്റർ തികച്ചു കൊള്ളൂ എന്നുള്ളത് നമുക്ക് ട്രൈ ചെയ്ത് നോക്കണം. കാരണം ഒരു 800 ആ റേഞ്ചിനെ കാണത്തുള്ളൂ. പക്ഷെ നമുക്ക് കുപ്പി വേണം. കാര്യം ഇപ്പം വെള്ളം കൊണ്ടുപോകുന്നതുകൊണ്ട് എന്തായാലും കുപ്പി നമുക്ക് വേണം. 2 കുപ്പി മേടിച്ചില്ല അതിനകത്ത്. ഇതൊന്ന് ബ്ലൂ കളർ അല്ലേ, പിന്നെ ഒരു ഗ്രേയിഷ് ബ്ലൂ. ഇത് നമുക്ക് വണ്ടിയിലിടാം, നമ്മുടെ വണ്ടിക്കകത്തിടാം ഒരെണ്ണം. പിന്നെ ഉള്ളത് പിങ്ക് ആണെന്ന് തോന്നില്ലടാ. അല്ല, പിങ്ക് അല്ല, വയലറ്റ് കളർ. അല്ല, 2 മേടിച്ച് വീട്ടിൽ കൊണ്ടുപോയി നമുക്ക് ഇതിനകത്ത് വെള്ളമൊക്കെ ഒഴിച്ച് നോക്കണം എത്ര കൊള്ളു എടുക്കുന്നൊക്കെ. ഇവിടെ ഇന്ന് നോക്കുമ്പോഴേ കൊട്ടിയത്ത് ഒരുവിധ ഭാഗം എല്ലാം കാണാം കേട്ടോ. അതായത് ആ ജംഗ്ഷൻ തൊട്ട് കുറച്ച് രാജകുമാരി വരെയുള്ള ഭാഗം ഇവിടെ നിന്ന് കാണാം. ഞാൻ നോക്കിയത് എന്തൊക്കെ കടകളാണ് ഇവിടെ ഉള്ളതെന്ന് കേട്ടോ. ഞാൻ ആക്ച്വലി മധുരം കുറഞ്ഞാണ് ചായ കുടി. എനിക്കതാ ഇഷ്ടം. നിന്റെ മധുരം ഉണ്ടോ? ഇത് വിത്തൗട്ട്. എനിക്ക് ചായക്ക് മധുരം ഇഷ്ടമാണ്. ജിലേബി കൊടുത്തു ചായ ജിലേബി ലഡു അതൊക്കെ എനിക്ക് വിഷയമുള്ള കാര്യമില്ല. പക്ഷെ എനിക്ക് ചായ വിത്തൗട്ട് ആണെങ്കിലും കുഴപ്പമില്ല, എനിക്ക് മധുരം കുറച്ച് പച്ചവെള്ളം. അതെ, ചോദിച്ചു ചായ ഏത് വേണം ചോദിച്ചപ്പോ ഏതായാലും മതി എന്ന് പറഞ്ഞു. പച്ചവെള്ളം മതി. അതാണ് കസ്റ്റമർ എന്ത് ചോദിക്കുന്നു അത് കൊടുക്കും. എങ്ങനെയുണ്ട്? ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മുടെ പാലിലൊരു മധുരമുണ്ട്. ഇപ്പൊ തേയിലയുടെ ഇതും കൂടെ വരുമ്പോഴത്തേക്ക് ആ തേയിലയുടെ ഫ്ലേവർ അറിയണമെങ്കിൽ ഓവർ മധുരമായാൽ നമുക്കറിയാൻ പറ്റത്തില്ല. മധുരമൊക്കെ ഇട്ട് അങ്ങനെ കുടിക്കാൻ പായസം കുടിച്ചു. ചായ വന്നു, ചായ കുടിച്ചു. ഇനിയിപ്പോൾ നമ്മൾ ഇറങ്ങാൻ പോകാം കേട്ടോ. ഇടയ്ക്ക് എടുക്കാൻ പറ്റില്ല. ഞങ്ങൾ കുറച്ച് ലോക കാര്യങ്ങളൊക്കെ സംസാരിച്ചു വിട്ടിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് ഇവിടുന്ന് പയ്യെ ഇറങ്ങാം. എന്നിട്ട് അടുത്തടുത്ത് നമ്മൾ ചായ കുടിച്ചിട്ട് നേരെ വന്നിരിക്കുന്ന വേറെ എവിടെയല്ല, HP യിൽ വന്നതാ കേട്ടോ. അപ്പൊ ഞങ്ങൾ കുറച്ചു നേരം ഇവിടെ ഭയങ്കര ക്ഷീണമായി പോയി. കുറച്ചു ദൂരം നടന്നു കേട്ടോ. നടന്നത് മാത്രമാണോ, രാവിലെ തൊട്ട് എന്തുവായിരുന്നു, ഓട്ടോ വരുന്നു കുറേ ആയി. അപ്പൊ ഇനിയിപ്പോ ഞങ്ങൾ ഇവിടെ കുറച്ചു നേരം കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഒരു അരമണിക്കൂർ, മാക്സിമം ഒരു അരമണിക്കൂർ ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ തീർത്തിട്ട് നമ്മൾ ഇവിടുന്ന് വീണ്ടും അടുത്ത് ഇറങ്ങാൻ പോവാണ്.